എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വപ്നങ്ങളുടെ നഗരമായ മുംബൈയിലെ ഐതിഹാസികമായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ IPL 2026-ലെ 47ാം മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും രോമാഞ്ചമണിയിക്കുന്നതായിരുന്നു. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് നായകൻ സൂര്യകുമാർ യാദവ് ആദ്യം ബൗൾ ചെയ്യാനാണ് തന്ത്രപരമായ തീരുമാനമെടുത്തത്. എന്നാൽ ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ ഓപ്പണിംഗ് ജോഡി ക്രീസിലെത്തിയ നിമിഷം മുതൽ വാങ്കഡയിലെ പിച്ചിൽ അഴിച്ചുവിട്ട റൺവേട്ടയുടെ പ്രഹരശേഷി ആരും തന്നെ സങ്കൽപ്പിച്ചിട്ട് പോലുമുണ്ടാകില്ല. ദീപക് ചഹാറിന്റെ കൈകളിലായിരുന്നു ഇന്നിംഗ്സിലെ ആദ്യ ഓവർ. എന്നാൽ രണ്ടാമത്തെ പന്തിൽ തന്നെ പിച്ചിന്റെ സ്വഭാവം മുൻകൂട്ടി കണ്ട മിച്ചൽ മാർഷ് ക്രീസിന്റെ ആഴം കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരതിശക്തമായ പുൾ ഷോട്ടിലൂടെ പന്ത് അതിർത്തി കടത്തി ലക്നൌവിന്റെ അക്കൗണ്ട് തുറന്നു. തൊട്ടടുത്ത പന്തിൽ അതിവിദഗ്ധമായി മുന്നോട്ടാഞ്ഞ ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ ഒരതിമനോഹരമായ ഫോർ പായിച്ച് മാർഷ് തന്റെ നയം വ്യക്തമാക്കി. റണ്ണുകളുടെ ഈ കൊടുങ്കാട്ട് അല്പം സാവധാനത്തിലാണ് തുടങ്ങിയതെങ്കിലും IPL എന്തിനുവേണ്ടി അറിയപ്പെടുന്നുവോ ആ ആവേശം മുഴുവൻ ആദ്യ സെഷനിൽ തന്നെ ആരാധകർക്ക് ലഭിച്ചു. മുംബൈ ഇന്ത്യൻസിന് തങ്ങളുടെ ആദ്യ വിക്കറ്റിനായി അധികനേരം കാത്തിരിക്കേണ്ടി വന്നില്ല. യുവ അഫ്ഗാൻ സ്പിന്നർ AM ഗസൻഫർ തന്റെ ആദ്യ ഓവറുമായി എത്തിയപ്പോൾ ആഞ്ഞടിക്കാൻ തീരുമാനിച്ച ജോഷ് ഇംഗ്ലീഷ് തുടർച്ചയായി 2 കിടിലൻ ബൗണ്ടറികൾ നേടി മുംബൈയുടെ സ്പിൻ ആക്രമണത്തെ തകർക്കുമെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ ഗസൻഫർ തന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ചെറിഞ്ഞ മാന്ത്രികമായൊരു കാരം ബോളിൽ ഇംഗ്ലീഷ് പൂർണ്ണമായും വഞ്ചിതനായി. മിഡ് ഓണിന് മുകളിലൂടെ പന്ത് പറത്താനുള്ള ശ്രമത്തിൽ പന്ത് വായുവിൽ ഉയർന്നുപൊങ്ങി. അവിടെ നിലയുറപ്പിച്ചിരുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പിന്നോട്ട് അതിവേഗം ഓടി പന്തിൽ നിന്ന് ഒരു നിമിഷം പോലും കണ്ണെടുക്കാതെ തികച്ചും അവിശ്വസനീയമായൊരു ക്യാച്ച് കൈക്കലാക്കിയപ്പോൾ വെറും 13 റൺസെടുത്ത ഇംഗ്ലീഷിന് പവിലിയനിലേക്ക് മടങ്ങേണ്ടി വന്നു. എന്നാൽ അതിനുശേഷം വാങ്കഡയിലെ പിച്ചിൽ അരങ്ങേറിയ കാഴ്ച സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ഒരു ആരാധകനും തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കരീബിയൻ പവർ ഹിറ്റർ നിക്കോളസ് പൂരൻ ക്രീസിലെത്തിയ ഉടൻ തന്നെ ബൌളർമാർക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചതുപോലെയായിരുന്നു ബാറ്റ് വീശിയത്. വിൽ ജാക്സിന്റെ ഒരു ഓവറിൽ 3 കൂറ്റൻ സിക്സറുകളാണ് പൂരൻ പറത്തിയത്. പന്ത് ചെന്നു പതിച്ചതാകട്ടെ ഗാലറിയുടെ 2ാം നിലയിലും. അന്യഗ്രഹത്തിൽ നിന്ന് വന്നൊരു ബാറ്ററെ പോലെ തോന്നിച്ച പൂരന് സ്റ്റേഡിയത്തിന്റെ അതിരുകൾ ചെറുതായി മാറി. വിൽ ജാക്സിന്റെ സ്പിൻ പന്തുകളെ വെറും കളിപ്പാട്ടങ്ങളാക്കി മാറ്റി മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും സിക്സറുകൾ പേയിച്ച പൂരൻ ലക്നൌവിന്റെ റൺ റേറ്റിന് റോക്കറ്റിന്റെ വേഗത നൽകി. ലോകത്തിലെ ഏറ്റവും മികച്ച ബൌളറായ ജസ്പ്രീത് ബുംറ പന്തെറിയാനെത്തിയപ്പോഴാണ് മത്സരത്തിലെ ഏറ്റവും ആവേശകരമായ നിമിഷം പിറന്നത്. സമ്മർദ്ദത്തിലായ ബുംറ എറിഞ്ഞ നോ ബോൾ മുംബൈക്ക് വലിയ തിരിച്ചടിയായി മാറി. ലഭിച്ച ഫ്രീ ഹിറ്റിൽ ബുംറയുടെ 139.5 km/മണിക്കൂർ വേഗതയുള്ള പന്തിനെ തന്റെ ബാഹുബലി കരുത്തുപയോഗിച്ച് മിച്ചൽ മാർഷ് ബൗണ്ടറി കടത്തി. തൊട്ടു പിന്നാലെ പൂരൻ തന്റെ രൗദ്രരൂപം പുറത്തെടുത്തു. 7ാം ഓവർ എറിയാനെത്തിയ ദീപക് ചഹാറിന്റെ 126.9 km/മണിക്കൂർ വേഗതയുള്ള ആദ്യ പന്തിനെ തന്നെ അതിമനോഹരമായൊരു ഹുക്ക് ഷോട്ടിലൂടെ ഫൈൻ ലെഗ് അതിർത്തിക്ക് മുകളിലൂടെ പറത്തി വെറും 21 പന്തിൽ ഈ സീസണിലെ തന്റെ ആദ്യത്തെയും വേഗതയേറിയതുമായ അർദ്ധ സെഞ്ചുറി അദ്ദേഹം തികച്ചു. അർദ്ധ സെഞ്ചുറി നേടിയ ശേഷമുള്ള പൂരന്റെ ആഘോഷം വേറിട്ടതായിരുന്നു. വായുവിൽ ഒരു ഫ്ലൈയിങ് കിസ് നൽകിയും ബാറ്റ് ഉയർത്തിയും അദ്ദേഹം ആരാധകരുടെ സ്നേഹം ഏറ്റുവാങ്ങി. അതേ ഓവറിലെ അവസാന പന്തുകളിൽ വീണ്ടും ഒരു കൂറ്റൻ സിക്സർ കൂടി പായിച്ച് താൻ ഇന്ന് ഒരു ബൌളറെയും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം അടിവരയിട്ടു. ലക്നൌ ഒരു റെക്കോർഡ് സ്കോറിലേക്ക് കുതിക്കുകയാണെന്ന് തോന്നിയ നിമിഷത്തിലാണ് 8ാം ഓവറുമായി എത്തിയ കോർബിൻ ബോഷ് മുംബൈക്ക് മത്സരത്തിൽ ഗംഭീരമായൊരു തിരിച്ചുവരവ് നൽകിയത്. തന്റെ കൃത്യതയാർന്ന ലൈനും വേഗതയും കൊണ്ട് ഒരേ ഓവറിൽ 2 അപകടകരമായ ബാറ്റർമാരെയും പുറത്താക്കി ബോഷ് കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു. ആദ്യ പന്തിൽ തന്നെ ഷോർട്ട് ബോളിൽ പുൾ ഷോട്ട് കളിക്കാൻ നിർബന്ധിതനായ പൂരന്റെ ബാറ്റിൽ ഉരച്ച പന്ത് വിക്കറ്റ് കീപ്പർ റയൻ റിക്കൽട്ടന്റെ ഗ്ലൌസുകളിൽ വിശ്രമിച്ചു. 8 പടുകൂറ്റൻ സിക്സറുകൾ അടങ്ങിയതായിരുന്നു പൂരന്റെ ആ ഇന്നിംഗ്സ്. അവിടെയും നിർത്താതെ അതേ ഓവറിലെ 5ാം പന്തിൽ 44 റൺസെടുത്ത മിച്ചൽ മാർഷിനെയും ബോഷ് ഒരു ബൗൺസറിലൂടെ കുടുക്കി. പുൾ ചെയ്യാൻ ശ്രമിച്ച മാർഷിന് പന്തിന്റെ അമിത ബൗൺസ് കാരണം ടൈമിംഗ് പിഴച്ചപ്പോൾ ഡീപ് മിഡ് വിക്കറ്റിൽ നമൻ ധീർ ആ ക്യാച്ച് സുരക്ഷിതമായി കൈപ്പിടിയിലൊതുക്കി. എന്നാൽ ഒരേ ഓവറിൽ 2 വൻപൻ അടികളെ നഷ്ടപ്പെട്ടിട്ടും ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് തന്റെ സ്വതസിദ്ധമായ ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ സമ്മർദ്ദത്തെ ഒട്ടും തന്നെ തന്നിലേക്ക് അടുപ്പിച്ചില്ല. ഇവിടെ നിന്ന് ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കുകയും റൺ നിരക്ക് ഉയർത്തുകയും വേണമെന്ന് നന്നായി അറിയാമായിരുന്ന പന്ത് രഘു ശർമ്മയ്ക്കെതിരെ മുട്ടുകുത്തി നിന്ന് ഒരു കിടിലൻ സ്ലോഗ് സ്വീപ്പിലൂടെ പന്ത് ഗാണികകളുടെ ഇടയിലേക്ക് സിക്സറിനായി പറത്തി തന്റെ നയം വ്യക്തമാക്കി. 11ാം ഓവറിൽ വിൽ ജാക്സിനെതിരെ പന്ത് തന്റെ സർഗാത്മകത പുറത്തെടുത്തു. അതിസാഹസികമായൊരു ടംബ്ലിംഗ് സ്കൂപ്പ് ഷോട്ട് കളിക്കുന്നതിനിടയിൽ അദ്ദേഹം മൈതാനത്ത് വീണുപോയി. എങ്കിലും പന്ത് അതിമനോഹരമായി ഫൈൻ ലെഗ് ബൗണ്ടറി കടന്നിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. തൊട്ടടുത്ത പന്തിൽ തന്റെ പരിചയസമ്പത്ത് ഉപയോഗിച്ച് വിൽ ജാക്സ് പന്തിന്റെ വേഗത 92.1 km/മണിക്കൂറായി ഉയർത്തി ഓഫ് സ്റ്റമ്പിന് പുറത്തെറിഞ്ഞപ്പോൾ കട്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ പന്തിന്റെ ബാറ്റിലുരച്ച പന്ത് വിക്കറ്റ് കീപ്പർ റയൻ റിക്കൽട്ടന്റെ ഗ്ലൌസുകളിൽ ഒതുക്കി. പന്ത് ഔട്ടാകുമ്പോൾ ലക്നൌവിന്റെ സ്കോർ 4-127 ആയിരുന്നു. മുംബൈ ആരാധകർ വീണ്ടും ആർപ്പ് വിളിക്കാൻ തുടങ്ങിയെങ്കിലും യഥാർത്ഥ പോരാട്ടം ഇനിയും ബാക്കിയുണ്ടായിരുന്നു.
പന്തിനു ശേഷം ക്രീസിലെത്തിയ യുവപ്രതിഭ അക്ഷത് രഘുവംശി IPL കരിയറിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ കാണിച്ച ധൈര്യം ലോക ക്രിക്കറ്റിനെ ഒന്നടങ്കം വിസ്മയിപ്പിച്ചു. വിൽ ജാക്സ് വായുവിൽ ഉയർത്തിയെറിഞ്ഞ പന്തിനെ യാതൊരു സങ്കോചവുമില്ലാതെ ക്രീസിൽ നിന്ന് പുറത്തിറങ്ങി ലോങ് ഓണിന് മുകളിലൂടെ 89 മീറ്റർ നീളമുള്ള ഒരു കൂറ്റൻ സിക്സർ പറത്തിയാണ് ആ യുവതാരം തന്റെ അക്കൗണ്ട് തുറന്നത്. പുതുതായി വന്നൊരു ബാറ്ററുടെ ഈ ഭയരഹിതമായ ആക്രമണം വാങ്കഡയിലെ കാണികൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. രഘുവംശിയുടെ ഈ പ്രകടനം ലക്നൌ ഡഗൌട്ടിൽ പുതിയ ഊർജ്ജം നിറച്ചു. 12 ഓവർ പിന്നിടുമ്പോൾ ലക്നൌ സൂപ്പർ ജയന്റ്സ് 4-ന് 160 എന്ന ശക്തമായ നിലയിലായിരുന്നു. വെറും 6 പന്തിൽ 8.12 റൺസുമായി രഘുവംശിയും മറുവശത്ത് 8 പന്തിൽ 7 റൺസുമായി ഇന്നിംഗ്സിന് സ്ഥിരത നൽകി ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം എയ്ഡൻ മാർക്രവും നിന്നു. 2020 ക്രിക്കറ്റിന്റെ മാനദണ്ഡങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന 13.33 എന്ന റൺ റേറ്റ് ചെറിയ ഔട്ട്ഫീൽഡുള്ള വാങ്കഡയിൽ മുംബൈ ബൌളർമാർക്ക് നൽകിയ മുന്നറിയിപ്പ് ചെറുതായിരുന്നില്ല. ലക്നൌ ബാറ്റർമാരുടെ ഈ സംഹാരതാണ്ഡവം തടയാൻ മുംബൈയുടെ പ്രധാന ബൌളർമാരായ ജസ്പ്രീത് ബുംറയും ദീപക് ചഹാറും നന്നേ പാടുപെട്ടു. ആധുനിക ക്രിക്കറ്റിന്റെ പവർ ഹിറ്റിംഗിന്റെ പുതിയൊരു നിർവചനമാണ് ലക്നൌ അന്ന് കുറിച്ചത്. ഗാലറിയിലെ ഓരോ സിക്സറിനും ഫോറിനുമൊപ്പം സ്റ്റേഡിയത്തിലെ ആരവം വർദ്ധിച്ചുകൊണ്ടിരുന്നു. കളി അതിന്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ 13-ാം ഓവർ എറിയാനെത്തിയ രഘു ശർമ്മ മുംബൈക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന ആ വിക്കറ്റ് നേടിക്കൊടുത്തു. മുൻ ഓവറിൽ സിക്സറടിച്ച് അപകടകരനായി മാറിയ യുവതാരം അക്ഷത് രഘുവംശി വീണ്ടും മുന്നോട്ടാഞ്ഞ് വലിയൊരു ഷോട്ടിന് ശ്രമിച്ചെങ്കിലും രഘു ശർമ്മയുടെ വായുവിൽ തെന്നിമാറിയ പന്ത് അവനെ പൂർണ്ണമായും കബളിപ്പിച്ചു. ബാറ്റിലും പാഡിലും തട്ടിയുയർന്ന പന്ത് രഘു ശർമ്മ തന്നെ അനായാസം കൈപ്പിടിയിലൊതുക്കി തന്റെ കണ്ണി IPL വിക്കറ്റ് സ്വന്തമാക്കി. വിക്കറ്റ് നേടിയ ശേഷം പോക്കറ്റിൽ നിന്നൊരു കടലാസ് കഷണം പുറത്തെടുത്ത് മുൻ വിൻഡീസ് വെന്റൻ ദിനേശ് റാംദിന്റെ ശൈലിയിൽ രഘു നടത്തിയ ആഘോഷം കാണികളെ ആവേശത്തിലാക്കി. 11 റൺസ് എടുത്ത് രഘുവംശി മടങ്ങിയ അതേ ഓവറിലെ 4-ാം പന്തിൽ ഹിമ്മത് സിംഗിന്റെ പാഡിൽ തട്ടിയ പന്തിൽ മുംബൈ ഒരു റിവ്യൂ പാഴാക്കിയും. പന്ത് ലെഗ് സ്റ്റമ്പിന് ഏറെ പുറത്താണ് പിച്ച് ചെയ്തതെന്ന് റീപ്ലേകളിൽ വ്യക്തമായിരുന്നു. 15-ാം ഓവറിൽ അഫ്ഗാൻ സ്പിന്നർ ഗസൻഫർ പന്തെറിയാനെത്തിയപ്പോൾ അടുത്ത 6 പന്തുകളിൽ തനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അദ്ദേഹത്തിന് ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. ആദ്യ പന്തിൽ തന്നെ മുട്ടുകുത്തി നിന്ന് അതിമനോഹരമായ ഒരു പിക്കപ്പ് സ്വീപ്പിലൂടെ മാർക്രം പന്ത് ബൗണ്ടറി കടത്തി. അവസാന പന്തിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സർവ്വശക്തിയും എടുത്ത് ഡൈവ് ചെയ്തിട്ടും പന്ത് വിരലുകൾക്കിടയിലൂടെ ബൗണ്ടറി കടന്നപ്പോൾ ഈ ഒരൊറ്റ ഓവറിൽ പിറന്ന 17 റൺസ് ലക്നൌ ക്യാമ്പിൽ ആവേശം അലയടിച്ചു. വാങ്കഡയിലെ ഫ്ലഡ് ലൈറ്റുകൾക്ക് കീഴിൽ ഇന്നിംഗ്സ് അതിന്റെ അവസാന 5 ഓവറുകളിലേക്ക് കടന്നപ്പോൾ പന്ത് യുവ സ്പിന്നർ രഘു ശർമ്മയുടെ കയ്യിലായിരുന്നു. എന്നാൽ മുന്നിൽ നിന്നതാകട്ടെ വിശന്ന ഒരു സിംഹത്തെപ്പോലെ റണ്ണുകൾക്കായി ദാഹിച്ചിരുന്ന എയ്ഡൻ മാർക്രവും. രഘു ശർമ്മ വളരെ തന്ത്രപരമായി വായുവിൽ വേഗത കുറച്ചെറിഞ്ഞ ഗൂഗ്ലിയെ തന്റെ അപാരമായ അനുഭവസമ്പത്ത് കൊണ്ട് സെക്കൻഡിന്റെ 100-ൽ-1 സമയം കൊണ്ട് വായിച്ചെടുത്തു. ഭാരം പിന്നിലെ കാലിലേക്ക് മാറ്റി സൈഡ് സ്ക്രീനിന് മുകളിലൂടെ മാർക്രം തൊടിത്ത ആ കൂറ്റൻ പ്രഹരം ചെന്നിറങ്ങിയത് വാങ്കഡെ സ്റ്റേഡിയത്തിന്റെ 2-ാം നിലയിലാണ്. സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കാണികളെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ആ സിക്സറിന്റെ ആഘാതത്തിൽ രഘു ശർമ്മ മുക്തനാകുന്നതിനു മുൻപ് തൊട്ടടുത്ത പന്തിൽ യാതൊരു ദയയുമില്ലാതെ ഹിമ്മത് സിംഗും മുട്ടുകുത്തി നിന്ന് ഒരു റോക്കറ്റ് പോലെ ഡീപ് മിഡ് വിക്കറ്റിനും ലോങ് ഓണിനുമിടയിലൂടെ പന്ത് ഗാലറിയിലെത്തിച്ചു. തുടർച്ചയായ ഈ 2 സിക്സറുകൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ നെറ്റിയിൽ ചിന്തയുടെ വലിയ ചുളിവുകൾ വീഴ്ത്തി. ഫീൽഡിംഗ് പൊസിഷനുകൾ നിരന്തരം മാറ്റിയെങ്കിലും മുംബൈ ക്യാമ്പിൽ അതൊരു വല്ലാത്ത ഭയം നിറച്ചിരുന്നു. 18-ാം ഓവറിൽ തന്ത്രം മാറ്റി റണ്ണൊഴുക്ക് തടയാൻ വൈഡ് യോർക്കറുകൾ എറിയാൻ ദീപക് ചഹാർ ശ്രമിച്ചെങ്കിലും ഹിമ്മത് സിംഗിന്റെ ഏകാഗ്രത മറ്റൊരു തലത്തിലായിരുന്നു. അമ്പയർ വൈഡ് വിളിക്കാതിരുന്ന ഒരു പന്തിൽ ഒട്ടും വൈകാതെ റിവ്യൂ എടുത്ത ഹിമ്മത് സിംഗ് അത് വൈഡാണെന്ന് റിപ്ലേകളിൽ തെളിയിച്ചു. തുടർന്നു വന്ന മറ്റൊരു വൈഡ് ലക്നൌ സ്കോറിന് കൂടുതൽ വേഗത നൽകി. ഇതിനിടയിൽ വെറും 24 പന്തുകളിൽ നിന്ന് ഇരുവരും ചേർന്ന് വിലപ്പെട്ട 50 റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട് പടുത്തുയർത്തി ലക്നൌവിനെ സുരക്ഷിതമായൊരു തീരത്തെത്തിച്ചിരുന്നു. 19-ാം ഓവറിലെ 5-ാം പന്തിൽ ബുംറയുടെ ഏറ്റവും സുരക്ഷിതമായ ആയുധമായ ലോ ഫുൾ ടോസിനെ ഹിമ്മത് സിംഗ് തന്റെ സർവ്വശക്തിയുമെടുത്ത് ലോങ് ഓണിനും ലോങ് ഓഫിനും ഇടയിലൂടെ ഒരു സൂചിത്തുമ്പിലൂടെ ബൗണ്ടറി കടത്തി. ഒരിക്കലും പ്രവചിക്കാനാവാത്ത അൺപ്ലേയബിൾ ബൌളറായ ബുംറ പോലും ആ ഫ്ളാറ്റ് പിച്ചിൽ തികച്ചും നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ച വാങ്കഡെ കണ്ടു. ലക്നൌവിന്റെ ഓരോ ബാറ്ററും വെറുതെ റണ്ണെടുക്കാനല്ല, മറിച്ച് പന്ത് അതിർത്തി കടത്താൻ മാത്രമാണ് ക്രീസിലിറങ്ങിയതെന്ന് തോന്നിപ്പിച്ചു. നിശ്ചിത 20 ഓവറുകൾ അവസാനിച്ചപ്പോൾ ലക്നൌ സൂപ്പർ ജയന്റ് സ്കോർ ബോർഡിൽ 228 എന്ന അവിശ്വസനീയവും പടുകൂറ്റനുമായ ഒരു സ്കോർ പടുത്തുയർത്തി. ലക്നൌ സൂപ്പർ ജയന്റ്സ് ഉയർത്തിയ 229 റൺസ് എന്ന പടുകൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരാൻ മുംബൈ ഇന്ത്യൻസിന്റെ ഓപ്പണർമാരായ രോഹിത് ശർമ്മയും റയാൻ റിക്കൽട്ടനും വാങ്കഡയുടെ മൈതാനത്തേക്കിറങ്ങുമ്പോൾ സ്റ്റേഡിയത്തിൽ ഒരു വല്ലാത്ത നിശബ്ദതയായിരുന്നു. ഈ ചരിത്ര ലക്ഷ്യം അവർക്ക് മറികടക്കാനാകുമോ എന്ന ആശങ്ക ആരാധകരുടെ മുഖത്ത് വ്യക്തമായിരുന്നു. എന്നാൽ അടുത്ത 1.5 മണിക്കൂറിൽ വാങ്കഡെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബാറ്റിംഗ് വിസ്മയങ്ങളിൽ ഒന്നിനാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല.
ആദ്യ ഓവർ എറിയാനെത്തിയ ലക്നൌവിന്റെ വിശ്വസ്ത ബോളർ മുഹമ്മദ് ഷമിയെ ആദ്യ പന്തിൽ തന്നെ ഒരു ഡ്രൈവിലൂടെ നേരിട്ട് റിക്കൾട്ടന്റെ ബാറ്റിൽ ഉരശിയ പന്ത് സ്ലിപ്പിനും ഷോർട്ട് തേർഡ് മാനും ഇടയിലൂടെ അതിമനോഹരമായി ബൗണ്ടറി കടന്നു. അഞ്ചാം പന്തിലും സമാനമായ ഒരു എഡ്ജിലൂടെ റിക്കൾട്ടൻ വീണ്ടും ബൗണ്ടറി കണ്ടെത്തി. ഇത് കേവലം ഭാഗ്യമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ ചെറിയൊരു സൂചന മാത്രമായിരുന്നു. രണ്ടാം ഓവറിൽ മൊഹസിൻ ഖാൻ പന്തെറിയാനെത്തിയപ്പോൾ രോഹിത് ശർമ്മയും തന്റെ ഉദ്ദേശം വ്യക്തമാക്കി. 136.3 കിലോമീറ്റർ വേഗതയിൽ വന്ന ഓഫ് സ്റ്റംപിന് പുറത്തുള്ള പന്തിനെ രോഹിത് അതിശക്തമായി ഡ്രൈവ് ചെയ്തു. പന്ത് സ്ലിപ്പിൽ നിന്ന് ഹിമ്മത് സിംഗിന് മുകളിലൂടെ അതിവേഗം പറന്നു. അതേ ഓവറിലെ നാലാം പന്തിൽ മൊഹസിൻ ഖാന്റെ വേഗം കുറഞ്ഞ ഡെലിവറിയെ 76 മീറ്റർ ദൂരത്തേക്ക് ഡീപ് സ്ക്വയർ ലെഗിലൂടെ റിക്കൾട്ടൻ സിക്സറിന് പറത്തിയപ്പോൾ ഗാലറി ഇളകി മറിഞ്ഞു. ഷമി വീണ്ടും പന്തെറിയാനെത്തിയ മൂന്നാം ഓവറിലാണ് രോഹിത് ശർമ്മ തന്റെ വിശ്വരൂപം പുറത്തെടുത്തത്. 138.6 കിലോമീറ്റർ വേഗതയിൽ വന്ന ഒരു ഹാഫ് വോളി പന്തിനെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കൈക്കുഴയുടെ കരുത്തിൽ ഡീപ് മിഡ് വിക്കറ്റ് ഗാലറിയിലേക്ക് 88 മീറ്റർ ദൂരത്തിൽ രോഹിത് പറത്തിയപ്പോൾ വാങ്കഡെ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. തൊട്ടടുത്ത പന്തിൽ ലക്നൌ എടുത്ത ഒരു LBW റിവ്യൂ പരാജയപ്പെട്ടത് അവർക്ക് ഇരട്ടി പ്രഹരമായി. ആ ഓവറിലെ അവസാന പന്തിൽ ഷമിയുടെ ലെങ്ത് തെറ്റിയപ്പോൾ റിക്കൾട്ടൻ അനായാസം ലോങ് ഓഫിന് മുകളിലൂടെ അത് സിക്സറിന് പറത്തി. മത്സരം മുന്നോട്ടു പോകുന്തോറും ലക്നൌ ബോളർമാർ പൂർണ്ണമായും നിസ്സഹായരാകുന്ന കാഴ്ചയാണ് കണ്ടത്. ആറാം ഓവർ എറിയാനെത്തിയ ആവേശ് ഖാനെ രോഹിത് ശർമ്മ അക്ഷരാർത്ഥത്തിൽ പിച്ച് ചീന്തി. ഓവറിലെ രണ്ടാം പന്തിൽ എക്സ്ട്രാ കവറിലൂടെ ഒരു ബുള്ളറ്റ് 4, തൊട്ടടുത്ത പന്തിൽ ക്രീസിൽ നിന്ന് പുറത്തിറങ്ങി ഓഫ് സൈഡിലൂടെ വീണ്ടും 4. രോഹിത് അവിടെയും നിർത്തിയില്ല. 111.1 കിലോമീറ്റർ വേഗതയിൽ വന്ന സ്ലോവർ ബോളിൽ ഭാരം പിന്നിലേക്ക് നൽകി ഡീപ് മിഡ് വിക്കറ്റിലൂടെ 78 മീറ്റർ ദൂരത്തിൽ ഒരു പടുകൂറ്റൻ സിക്സർ. അടുത്ത പന്തിൽ ഒരു ഫുൾ ടോസ് ലഭിച്ചപ്പോൾ മുട്ടുകുത്തി നിന്ന് ബാക്ക്വേർഡ് സ്ക്വയറിന് മുകളിലൂടെ വീണ്ടും ഒരു സിക്സർ. രോഹിത് ശർമ്മ എന്ന ഹിറ്റ്മാൻ തന്റെ രാജകീയ തിരിച്ചുവരവ് വാങ്കഡയിൽ ആഘോഷിക്കുകയായിരുന്നു. മറുഭാഗത്ത് റിക്കൾട്ടനും ഒട്ടും പിന്നിലായിരുന്നില്ല. ആവേശ് ഖാന്റെ എട്ടാം ഓവറിൽ ഒരു ഫുൾ ടോസ് ഡീപ് മിഡ് വിക്കറ്റിലൂടെ 70 മീറ്റർ അകലത്തേക്ക് സിക്സറിന് പറത്തി റിക്കൾട്ടൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ആരാധകരുടെയും സഹതാരങ്ങളുടെയും കയ്യടികൾക്കിടയിൽ അദ്ദേഹം തന്റെ ബാറ്റ് ഉയർത്തിക്കാട്ടി. തൊട്ടുപിന്നാലെ മണിമാരൻ സിദ്ധാർത്ഥിന്റെ 9-ാം ഓവറിലെ ആദ്യ പണ്ടിൽ തന്നെ തന്റെ ട്രേഡ് മാർക്ക് ഷോട്ടിലൂടെ ലോങ് ഓണിന് മുകളിലൂടെ സിക്സർ പറത്തി രോഹിത് ശർമ്മയും തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചു. വാങ്കഡയിൽ അപ്പോൾ മുഴങ്ങിക്കേട്ട രോഹിത് രോഹിത് എന്ന മന്ത്രം ലക്നൌ താരങ്ങളുടെ കാതുകളെ ബധിരമാക്കുന്നതായിരുന്നു. മണിമാരൻ സിദ്ധാർത്ഥ് എറിഞ്ഞ ആ 9-ാം ഓവർ ലക്നൌവിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകളഞ്ഞു. 23 റൺസാണ് ആ ഒറ്റ ഓവറിൽ മുംബൈ അടിച്ചെടുത്തത്. അതിൽ ലോങ് ഓഫിന് മുകളിലൂടെ റിക്കൾട്ടൻ പറത്തിയ സിക്സറും ഗാലറിയുടെ 20 നിരകൾക്ക് പിന്നിലേക്ക് വീണ മറ്റൊരു കൂറ്റൻ സിക്സറും ഉൾപ്പെട്ടു. ലക്നൌ ബോളർമാർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നു. അവസാനം 11-ാം ഓവറിൽ മൊഹസിൻ ഖാനിലൂടെ ലക്നൌവിന് ആശ്വാസമായി ആദ്യ വിക്കറ്റ് ലഭിച്ചു. ആ ഓവറിലെ ആദ്യ പന്തുകളിൽ 4, 6, 6 എന്നിങ്ങനെ റൺസ് വാരിക്കൂട്ടിയ റിക്കൾട്ടൻ 5-ാം പന്തിൽ എക്സ്ട്രാ കവറിൽ ജോഷ് ഇംഗ്ലീസിന് ക്യാച്ച് നൽകി മടങ്ങിപ്പോയി. വെറും 32 പന്തുകളിൽ നിന്ന് 88 സിക്സറുകളും 6 ഫോറുകളും ഉൾപ്പെടെയുള്ള 83 റൺസ് എന്ന അവിശ്വസനീയ ഇന്നിംഗ്സ് കാഴ്ചവെച്ചാണ് ആ ഇടംകയ്യൻ ബാറ്റർ പവലിയനിലേക്ക് മടങ്ങിയത്. സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് കൈയടിച്ചു. രോഹിത് ശർമ്മ നേരിട്ടെത്തി അദ്ദേഹത്തെ അഭിനന്ദിച്ചു. തിലക് വർമ്മയാണ് പകരക്കാരനായി ക്രീസിലെത്തിയത്. എന്നാൽ റിക്കൾട്ടൻ പോയെങ്കിലും രോഹിത് ശർമ്മയുടെ സംഹാരതാണ്ഡവത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല. മുഹമ്മദ് ഷമി എറിഞ്ഞ 12-ാം ഓവറിൽ ഒരു തകർപ്പൻ ബൗൺസറിനെ അതിവിദഗ്ധമായി ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ അതിർത്തി കടത്തിയ രോഹിത് 5-ാം പന്തിൽ ഷമിയുടെ 136.1 കിലോമീറ്റർ വേഗതയിലുള്ള ഫുൾ ടോസിനെ ഫ്രണ്ട് ലെഗ് ക്ലിയർ ചെയ്ത് 84 മീറ്റർ ദൂരത്തിൽ സിക്സറിന് പറത്തിയ രോഹിത് 13-ാം ഓവറിൽ ആവേശ് ഖാന്റെ പന്തിൽ ഒരു ലോ ഫുൾ ടോസിനെ കവറിലൂടെ 4 അടിച്ച രോഹിത് 4-ാം പന്തിൽ ഓഫ് സ്റ്റംപിന് പുറത്തു വന്ന പന്തിനെ കവർ പോയിന്റിന് മുകളിലൂടെ 79 മീറ്റർ ദൂരത്തിലുള്ള മറ്റൊരു മാസ്മരിക സിക്സറിന് വായിച്ചു. 13 ഓവറുകൾ പിന്നിടുമ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ സ്കോർ ബോർഡ് 172 എന്ന അവിശ്വസനീയമായ നിലയിലായിരുന്നു. അപ്പോഴേക്കും രോഹിത് ശർമ്മ വെറും 41 പന്തുകളിൽ നിന്ന് 7 സിക്സറുകളും 6 ഫോറുകളും സഹിതം 82 റൺസുമായി 200 സ്ട്രൈക്ക് റേറ്റിൽ ക്രീസിൽ കത്തി നിൽക്കുകയായിരുന്നു. എന്നാൽ 14-ാം ഓവറിൽ രോഹിത് ശർമ്മ 84 റൺസിൽ നിൽക്കെ പുറത്തായെങ്കിലും മുംബൈക്ക് പിന്നീട് ചിന്തിക്കാനൊന്നുമുണ്ടായിരുന്നില്ല. റൺ റേറ്റ് 13.23 ഉയർന്നു. ലക്നൌ ഉയർത്തിയ 229 റൺസ് എന്ന പടുകൂറ്റൻ സ്കോർ മുംബൈക്ക് മുന്നിൽ വെറുമൊരു കളിപ്പാട്ടം മാത്രമായി മാറി. തുടർന്ന് ക്രീസിലുണ്ടായിരുന്ന ബാറ്റ്സ്മാൻമാർ ചേർന്ന് യാതൊരു സമ്മർദ്ദവുമില്ലാതെ ലക്നൌ ബോളർമാരെ പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ട് അവശേഷിക്കുന്ന റൺസ് നിഷ്പ്രയാസം അടിച്ചെടുത്തു. അസാധ്യമെന്ന് കരുതിയ ഒരു ലക്ഷ്യത്തെ അനായാസം മറികടന്ന മുംബൈ ഇന്ത്യൻസ് സ്വന്തം തട്ടകത്തിൽ ആധികാരികവും ഐതിഹാസികവുമായ ഒരു മഹാവിജയം സ്വന്തമാക്കിയപ്പോൾ ലക്നൌ സൂപ്പർ ജയന്റ്സ് തങ്ങളുടെ പരാജയഭാരം താങ്ങാനാവാതെ തലകുനിച്ച് മൈതാനം വിട്ടു. വാങ്കഡയിലെ നീലക്കടൽ അന്ന് വിജയലഹരിയിൽ ആറാടുകയായിരുന്നു. ഈ മത്സരം കേവലം ഒരു വിജയം മാത്രമല്ലായിരുന്നു, മറിച്ച് ക്രിക്കറ്റ് എന്ന മാന്ത്രിക കളിയുടെ അനന്തമായ സാധ്യതകളുടെയും അപ്രവചനീയതയുടെയും ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. വാങ്കഡയിലെ ആ നീലക്കടൽ വിജയലഹരിയിൽ ഇരമ്പിയാർക്കുമ്പോൾ ഒരു കാര്യം തീർച്ചയാണ്: മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ രാജകീയ സിംഹാസനം തിരികെ പിടിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.